ഇന്നലെ നമ്മൾ ബ്രിസ്റ്റളിൽ നിന്ന് വന്നിട്ട് ഇവിടെയാണ് സ്റ്റേ ചെയ്തത്. കാൻറ്റർബറിയിലെ മോട്ടോർ ഹോം എയറിൽ. ഇവിടുന്ന് ഫെറിയിലേക്ക് ഒരു 20 മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ. ഇവിടെയാണ് ഇന്നലെ നമ്മൾ പാർക്ക് ചെയ്തത്. ഇവിടെ ഒരുപാട് മോട്ടോർ ഹോംസ് പാർക്ക് ചെയ്തിട്ടുണ്ട് ഫെറിയിൽ പോകാനുള്ളത്. ഏർലി മോർണിംഗ് ഫെറിയിൽ പോകാനുള്ളത്. ഇവിടെ നമുക്ക് 24 hours-ന് 4 pound ചാർജ് ചെയ്യണത്. അപ്പോൾ ഇവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ പാർക്ക് ആൻഡ് റൈഡ് ടിക്കറ്റും കിട്ടും. 6 പേർക്കുള്ള ടിക്കറ്റും ഈ 4 pound ഇൻക്ലൂഡഡ്. ഇവിടെ കാൻറ്റർബറി സിറ്റി കാണാനായിട്ട്. കാൻറ്റർബറി കത്തീഡ്രൽ കാണണമെന്നുണ്ടെങ്കിൽ വേറെ പൈസ കൊടുക്കണം. പക്ഷേ സിറ്റിയിൽ ബസ് ഫ്രീ ആയിരിക്കും ഇവിടെ പാർക്ക് ചെയ്യണമെങ്കിൽ. 4 pound ഉള്ളൂ 24 hours-നുള്ളിൽ. പിന്നെ ഇവിടെ പോയി പാർക്ക് ചെയ്തിട്ട് നമുക്കിന്ന് ഫെറിയുടെ അവിടേക്ക് പോകാം. ഇത് ശരിക്കും കാൻറ്റർബറി പാർക്ക് ആൻഡ് റൈഡാണ്. ഇവിടെ ഒരുപാട് കാറുകൾ ഓവർനൈറ്റ് ഇട്ടിട്ടുണ്ട്. ഇത് ഫ്രാൻസിൽ ഇങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് കേട്ടോ. ഫ്രാൻസിൽ മാത്രമല്ല ജർമ്മനിയിലും ഉണ്ട്. പക്ഷേ UK-ൽ ഈ അറ്റത്ത് ഒരെണ്ണം ഉള്ളൂ. ഇവിടെ വേറെ നാഷണാലിറ്റികൾ വരുന്നതുകൊണ്ട് പല ലാംഗ്വേജ് ഉണ്ട്. നമ്മൾ ഇംഗ്ലീഷ് ഓൾറെഡി സെലക്റ്റഡ് ആണ്. അപ്പോൾ സ്റ്റാർട്ട്. നമ്മുടെ വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ സെർച്ച്. യെസ്, ഓക്കെ. ഇന്നലെ വന്നു. അപ്പം നമുക്ക് കൺഫേം ആൻഡ് പേ കാർഡ്. ഇവിടെ ഇങ്ങനെ പേ ചെയ്താൽ ഒരു ടിക്കറ്റ് കിട്ടും. ഓക്കെ, പ്രിൻ്റ് റെസീപ്റ്റ്. ഓക്കെ. 8 pound എടുത്തോട്ടോ. 4 pound കാറിനായിരിക്കും. അപ്പോൾ 8 pound കൊടുത്തപ്പോഴാണ് കാര്യം. അവിടെ 4 pound കാറിനാണ്. അപ്പോൾ ഓവർനൈറ്റ് പാർക്കിംഗ് 8 pound. 24 hours, അപ് ടു 24 hours പാർക്ക് ചെയ്യാം. എവിടെ കിട്ടാനാണ് 8 pound-ന് പാർക്കിംഗ്? സേഫ് ആൻഡ് സെക്യൂർ പാർക്കിംഗ്. ലൈറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. ലേബൈലൊക്കെ പാർക്ക് ചെയ്യണേലും വളരെ സേഫാണ്. ഇതിൻ്റെ ഈ മോട്ടോർ ഹോം എയറിൻ്റെ അഡ്രസ്സ് ഞാൻ ഇവിടെ ഇടാം. ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടേച്ചേക്കാം. അപ്പോൾ എല്ലാവർക്കും വന്ന് യൂസ് ചെയ്യാം. ഇവിടെ കണ്ടോ കുറേ ആൾക്കാരുണ്ട് അവിടെ ഇവിടെയൊക്കെ. ടെമ്പറേച്ചർ 2 degree ടെമ്പറേച്ചർ. കാലത്ത് 6:30. ഇവിടെ വണ്ടിയുടെ ഗ്രേ വാട്ടർ എംപ്റ്റി ചെയ്യാനുള്ള സ്ഥലമുണ്ട്. പിന്നെ അത് ടോയ്ലറ്റ് എംപ്റ്റി ചെയ്ത് കഴിഞ്ഞാൽ ടോയ്ലറ്റ് കാസറ്റ് കഴുകാനുള്ള സ്ഥലമുണ്ട്. ഇവിടെ ഡ്രിങ്കിങ് വാട്ടർ എടുക്കാം. വണ്ടിയിലേക്കുള്ള ഡ്രിങ്കിങ് വാട്ടർ കിട്ടും. പിന്നെ ആ സൈഡിലാണ് വേസ്റ്റ് എംപ്റ്റി ആക്കാനുള്ളത്. നമുക്കിനി പോവാം, അല്ലെങ്കിൽ ടൈം ഒരുപാട് ലേറ്റാണ്. അപ്പം നമ്മൾ ഓൾറെഡി പേ ചെയ്തു. അപ്പോൾ ബാരിയർ തന്നെ ഓപ്പൺ ആയിക്കോളും. നമ്മൾ വണ്ടി അടുത്ത് കൊണ്ടുവന്ന് വെച്ചാൽ മതി. നമ്പർ പ്ലേറ്റ് റെക്കഗ്നിഷൻ ഉണ്ട്. അൾട്ടിമേറ്റ് ഡീസൽ. ഓക്കെ. എങ്ങനെ നമ്മൾ ഫെറിയിലേക്ക് കയറുന്നതിന് മുമ്പ് ഫുൾ ടാങ്ക് ഡീസലൊക്കെ അടിച്ച് വെച്ചിട്ട് പോകണമെങ്കിലേ നമ്മൾ ഈ എക്സ്ചേഞ്ച് റേറ്റ്സ് ഒന്നും കൊടുക്കണ്ട. ഇവിടെ തൊട്ടടുത്തൊരു ടെസ്കോ ഒക്കെ ഉണ്ട് കേട്ടോ. എന്തെങ്കിലും സാധനമൊക്കെ മേടിക്കണമെങ്കിൽ നമുക്ക് മേടിച്ചിട്ട് പോവാം. നമ്മൾ ബ്രിസ്റ്റളിൽ നിന്ന് ഫുൾ അടിച്ചിട്ട് പോകാമേ. അപ്പോൾ ബ്രിസ്റ്റോൾ വരാത്താനായിട്ട് എത്ര പോണ്ടിൻ്റെ ഫ്യൂൽ വന്നു. ഇവിടെയും ബ്രിസ്റ്റോളിലൊക്കെ സെയിം റേറ്റ്സാണ്, 166. ഫ്രാൻസിൽ കുറച്ച് കുറവായിരിക്കും, പക്ഷേ എക്സ്ചേഞ്ച് റേറ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ കറക്റ്റാണ്. 51 pound-ൻ്റെ ഡീസലാണ് വേണ്ടി വന്നത് ബ്രിസ്റ്റോളിൽ നിന്ന് ഇവിടം വരെ എത്താനായിട്ട്. ഇങ്ങനെ നമ്മൾ ഫെറിയുടെ അവിടെ എത്തി. നമ്മൾ ഐറിഷ് ഫെറിയിലാണ് ബുക്ക് ചെയ്തേക്കുന്നത്. Hello. Oh, yes. Everybody needs to come here. Yeah. Thank you very much. ഐറിഷ്
ferries ഈ ലൈനിലാണ് പോണേ. ഇന്ന് മാത്രം നമ്മൾ സമയത്തിന് വന്നു, ബാക്കി എല്ലാ ദിവസവും ലേറ്റാണ് വരുന്നത്. Okay, thank you. Just your passports, please. Oh, yes. Oh, thank you. Thank you very much. ഇത് പിടിക്കാം. 113. ഇതിലെ ഫെറിയിൽ കയറുന്നതിന് മുമ്പേ നമ്മുടെ എയർ സസ്പെൻഷൻ ഒന്ന് ഹൈ ആക്കണം. അയാൾ വിളിക്കുന്നുണ്ട്. ഓക്കെ, എയർ സസ്പെൻഷൻ ലിഫ്റ്റ് ചെയ്തു. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ വല്ല ആ ബാക്ക് ഇതൊക്കെ ചെയിൻ ഇട്ട് വെച്ചേക്കാം. എത്ര ട്രക്കുകളല്ലേ ഈ ഷിപ്പിനകത്ത്. എല്ലാം വെരി ക്ലോസ് ടുഗദർ പാർക്ക് ചെയ്തേക്കണേ. അത് ഐറിഷ് ഫ്ലാഗാ. ഇത് ഐറിഷ് ഷിപ്പായതുകൊണ്ടാണ് ഐറിഷ് ഫ്ലാഗ്. കണ്ടോ, ഈ ചാനലാണ്, ഇംഗ്ലീഷ് ചാനലാണ് ക്രോസ് ചെയ്ത് ഒരുപാട് റെഫ്യൂജീസ് വരുന്നത് UK. ഒരു ഷിപ്പുണ്ട് അവിടെ എൻഡിൽ. കുറേ ഷിപ്പ് ക്രോസ് ചെയ്യുന്നില്ല. ഹായ് ബേബേ. ഹലോ ബേബേ. Welcome to France. This is Captain speaking. I hope you all enjoyed ferry crossing. No smoking permitted in this vessel. ഓക്കെ, അങ്ങനെ നമ്മൾ ഫെറി കടന്നു. ഇപ്പം കലായിലെത്തി. ഇനിയിപ്പോൾ തൊട്ടടുത്ത സർവീസസിൽ വന്നു. ഇവിടെ വന്നിട്ടാണ് നമ്മൾ സാധാരണ എപ്പോൾ വന്നാലും ഈ സർവീസസിൽ വന്നിട്ടാണ് ബെഡൊക്കെ കൺവേർട്ട് ചെയ്യാറ്. കാരണം നമ്മൾ ഏർലി മോർണിംഗ് ഫെറിയാണ് ക്രോസ് ചെയ്യാറ്. അപ്പോൾ ബെഡ് കൺവേർട്ട് ചെയ്യേണ്ട സമയമായി. ഇവിടെ അപ്പോൾ ലോഞ്ചാവും. അപ്പോൾ എല്ലാവർക്കും ഇരുന്നൊക്കെ എൻജോയ് ചെയ്ത് ട്രാവൽ ചെയ്യാൻ പറ്റും. അതാണ് ഈ ബെഡ് കൺവേർട്ട് ചെയ്യണം. ആദ്യം ഇതിൻ്റെ ഇതാണ് സർവീസസ്. ഓക്കെ, ഇനി ബെഡ് വിരിക്കട്ടെ. ആദ്യം തന്നെ ബെഡ് ലിനൻസ് മടക്കി മാറ്റണം. എൻ്റെ ഇവിടെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു. ഈ ക്വസ്റ്റ്യൻസ് അവിടുത്തെ അത് ഇങ്ങോട്ട് എടുത്ത് വെച്ചാൽ മതി. ഇതിൻ്റെ അടിയിലാട്ടോ സ്റ്റോറേജ് അല്ല, ഇതിൻ്റെ അടിയിൽ കണ്ട, ഇതിൻ്റെ അടിയിൽ സ്റ്റോറേജാണ്. ഇത്രേ ഉള്ളൂ പരിപാടി. അതേപോലെ ആ സൈഡും അങ്ങോട്ട് തള്ളി വെച്ച് കഴിഞ്ഞാൽ ഇതൊരു യു ഷേപ്പ് ലോഞ്ചായി.
ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ അല്ലെങ്കിൽ 4 സീറ്റ് ബെൽറ്റഡ് ഏരിയ. ഇവിടെ ഈ ഫില്ലിൻ കുഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇന്നലെ നൈറ്റിൽ ഒരു ഡബിൾ ബെഡ് ഉണ്ടാക്കിയത്. ഈ ഡബിൾ ബെഡിലാണ് 2 പിള്ളേർ കിടന്നുറങ്ങുന്നത്. ഈ ഫില്ലിങ് കുഷൻ എടുത്ത് നമുക്ക് ഈ വാർഡ്രോബിലെ സ്റ്റോറേജിൽ വെക്കണം. എന്നിട്ട് വേണം ഇവിടെ കൺവേർട്ട് ചെയ്ത് സീറ്റാക്കാനായിട്ട്. ഈ ഫില്ലിംഗ് കുഷൻ എല്ലാം മോട്ടോർ ഹോം വാങ്ങുമ്പോൾ തന്നെ അതിൻ്റെ ആക്സസറീസ് ആയിട്ട് വരുന്നതാണ് കേട്ടോ, നൈറ്റ് ബെഡായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട്. ഈ മോട്ടോർ ഹോമിൽ 2 ഒരു ഫിക്സ്ഡ് ഡബിൾ ബെഡുണ്ട്. പിന്നെ എല്ലാം ഇങ്ങനെ നമ്മൾ ഡേ ടൈമിൽ കൺവേർട്ട് ചെയ്യേണ്ട ബെഡുകളാണ്. ഈ കുഷനെടുത്ത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ വലിയ ഈ സീറ്റിൻ്റെ അടിയിൽ നമ്മുടെ ബെഡ് ലിനൻസ് ഡുവേ എല്ലാം ഇതിനകത്ത് സ്റ്റോർ ചെയ്യാം, പില്ലോസ് എല്ലാം ഈ 2 സീറ്റിൻ്റെ അടിയിൽ. ഇതിനകത്ത് ബെഡ് ലിനൻ വെച്ചിട്ട് ഈ കുഷൻസ് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യണതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ബ്ലൈൻഡ് സ്പോട്ട് റിമൈൻഡർ. ഇത് ഫ്രാൻസിലെ ഒരു ലോയാണ്. ഇപ്പം നമ്മൾ ഇനി ഫ്രണ്ടിൽ 2 സൈഡിലും വേണം. അത് മാഗ്നറ്റിക് വയ്ക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ വെച്ചാൽ മതി. അതേപോലെ പിന്നെ ഒരെണ്ണം ആ സൈഡിലും വെക്കണം. ഇതെല്ലാം ലോങ് വണ്ടികൾ ഓടിക്കുമ്പോൾ ഇത് നിർബന്ധമാണ്, ഈ ബ്ലൈൻഡ് സ്പോട്ട് റിമൈൻഡർ. ഇതിന് എന്താ പറയുക, ആംഗിൾ സ്പോട്ട്സ്. പിന്നെ ഈ വിനറ്റും വേണം. ഇത് ഫ്രാൻസിൻ്റെയാണ്. ഇത് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഫ്രാൻസിൻ്റെ. അത് നമ്മൾ ഓൺലൈനിൽ അപ്ലൈ ചെയ്താൽ ഇതിനൊരു 4 പൗണ്ടേ ഉള്ളൂ കോസ്റ്റ്. നമുക്ക് 2 കിട്ടിയ ഡീസൽ ആയതുകൊണ്ട്. പെട്രോൾ ആണെങ്കിൽ 1 കിട്ടും. പിന്നെ യൂറോ 5 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 4, 3 അങ്ങനെയൊക്കെ പോകും. പിന്നെ ഇത് കഴിഞ്ഞോ അല്ലാതെ സ്വിറ്റ്സർലൻഡിൻ്റെ എന്താണ് റോഡ് ടാക്സ്. ഇത് സ്വിറ്റ്സർലൻഡിലെ ഒരു ക്യാമ്പ് സൈറ്റാണ്, ഇൻ്റർലാക്കനിൽ. ഇതേ ടോയ്ലറ്റ് എം ടി ആക്കിയിട്ട് ഇതാ ടോയ്ലറ്റിൻ്റെ ചേംബർ. ഇതതിൻ്റെ വാട്ടർ സപ്ലൈ. പിന്നെ ഇത് സെൻസറാണ്, ഫ്ലോട്ടിൻ്റെ സെൻസർ. ഇതിലാണ് കറക്റ്റ് കാസറ്റ് പോകുന്നത്. ഇതിൻ്റെ മേലെയാണ് ടോയ്ലറ്റ്. അപ്പോൾ ഇത് കാസറ്റ് എടുക്കുമ്പോൾ ഇത് തന്നെ ലോക്ക് ആയിക്കോളും. ഇനി അവിടെ കൊണ്ടുപോയി എംറ്റി ചെയ്തിട്ട് വരാം. ഇതിലേക്ക് കുറച്ച് ടോയ്ലറ്റ് കെമിക്കൽ ഒഴിക്കണം. ഇതാണ് ലിക്വിഡ്. ഇതിനകത്ത് കുറച്ചൊരു തുള്ളി ഒഴിച്ചാൽ മതി. ഇതിന് ഒരു 7 പൗണ്ട് ആണ് 1 ലിറ്ററിന് വരുന്നത്. അത് ഇതിനകത്തേക്ക് ഒഴിക്കാം. ഇതാണ് കെമിക്കൽ, അതായത് നമ്മുടെ ഹ്യൂമൻ വേസ്റ്റ് ന്യൂട്രലൈസ് ചെയ്യണ കെമിക്കൽ. നമ്മൾ സാധാരണ കെമിക്കൽ ടോയ്ലറ്റ് എന്ന് പറയില്ലേ, കുറച്ച് ഒഴിച്ചാൽ മതി, അത്ര മതി. ഇത് ഞാൻ ഡൈല്യൂട്ട് ചെയ്തിട്ടില്ല, ഡൈല്യൂട്ട് ചെയ്ത് ഒഴിക്കേണ്ട സാധനം. ഇതാണ് അതിൻ്റെ മെഷറിങ് കപ്പായിട്ട് വയ്ക്കുക. അതിനകത്ത് ഇതുണ്ട് 20, 70 അങ്ങനെയൊക്കെ ഉണ്ട്. 70 ml, 20 ml അങ്ങനെയൊക്കെ. അതിലൊന്നും ഞാൻ ഒഴിക്കാൻ നിൽക്കാറില്ല. നല്ലോണം ടൈറ്റാക്കി വെച്ചില്ലെങ്കിലേ വണ്ടി ഓടുമ്പോൾ എങ്ങനെ ലീക്കായാൽ പണിയാണ്. അതുകൊണ്ട് ഇത് നല്ലോണം ടൈറ്റ് ചെയ്തിട്ട് ഇതിനകത്ത് വയ്ക്കുമ്പോൾ തന്നെ അത് ഓപ്പൺ ആയിക്കോളും. അതുകൊണ്ട് ഈ ടോയ്ലറ്റ് എംറ്റിങ് അത്ര വലിയ ഡേർട്ടി പരിപാടിയൊന്നുമല്ല. ഇത് കഴിഞ്ഞിട്ട് കൈ കഴുകേണ്ട ആൾക്കാർക്ക് കൈ കഴുകാം, അല്ലാത്തവർക്ക് കൈ കഴുകാതെ നടക്കാം.
അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സാണ്. ഞാൻ കൈ കഴുകാറുണ്ട്. ഇത് ലോക്ക് ചെയ്ത് വെച്ചില്ലെങ്കിൽ ചിലപ്പോഴാണെങ്കിൽ ആരെങ്കിലും ഊരിക്കൊണ്ട് പോയാലേ നമ്മൾ പിന്നെ അത് മേടിച്ച് വയ്ക്കാൻ നിൽക്കണം. ലോക്ക്ഡ്, എവറിത്തിങ് ലോക്ക്ഡ്. പിന്നെ എടുക്കാൻ പറ്റില്ല. ഇവിടെ ഒരു റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിർത്തിയതാണ്. കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഡ്രൈവ് ചെയ്യും. ഇന്ന് ഒരു 400 മൈല് ഡ്രൈവ് ചെയ്തിട്ടാണ് ഇനി സ്റ്റോപ്പ് ചെയ്യുക. അത് മിക്കവാറും വൈകുന്നേരമാവും. ഇപ്പോൾ ഏകദേശം ഒരു 1 മണിയായിട്ടുണ്ട്. ഇതിപ്പോൾ ഫ്രാൻസിലെ റെമീസ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോണത്. കണ്ട, അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ ഡ്രൈവ് കഴിയും. നാളെ ഒരു ഉച്ചയാകുമ്പോഴേക്കും നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തും. അങ്ങനെ നമ്മൾ ഫ്രഞ്ച് മോട്ടോർ വേ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. E17 അതാണ് ഈ മോട്ടോർ വേയുടെ നെയിം കേട്ടോ. ഏകദേശം ഒരു 55 മൈൽസ് പെർ അവറിലാണ് ക്രൂയിസ് കൺട്രോൾ സെറ്റ് ചെയ്ത് വെച്ചത്. അപ്പം ഏകദേശം ഒരു 88 കിലോമീറ്റർ പെർ അവർ. ഇവിടെ കിലോമീറ്റർ ആയതുകൊണ്ട് സ്പീഡ് ലിമിറ്റ് ഒന്നും അങ്ങനെ കയറിപ്പോയില്ലല്ലോ. നമ്മുടെ ക്യാമ്പർ വാനൊക്കെ ഒരു 100 110 ആൾക്കാർ പോകുന്നുണ്ട്. ഞാനൊരു 90 അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കണത്. നമ്മൾ വീട്ടിൽ നിന്ന്, അതായത് ബ്രിസ്റ്റോളിൽ നിന്ന് കലായ്, അതായത് ഡോവർ വരെ 200 മൈലാണ്. 200 മൈലിന് നമുക്കത് 30 ലിറ്റർ ഡീസലാണ് ആയത്. 30 ലിറ്റർ ഡീസൽ അപ്പോൾ ഏകദേശം ഒരു 6.5 മൈല് 1 ലിറ്ററുമ്പോൾ കിട്ടും. അതാണ് ഇതിൻ്റെ മൈലേജ്. ഇത് 5 ടൺ വെയിറ്റ് ഉണ്ട്. അപ്പം ആവറേജ് നമുക്കൊരു 7 മൈല്, അതായത് 10 കിലോമീറ്റർ 11 കിലോമീറ്റർ 1 ലിറ്റർ പെട്രോളും 1 ലിറ്റർ ഡീസലും ഇത് പോകുന്നുണ്ട്. അത് ഒരു 55 മൈൽസ് പെർ അവറിൽ ക്രൂയിസ് കൺട്രോൾ സെറ്റ് ചെയ്ത് ഒരു ഡീസൻ്റായിട്ട് ഓടിച്ചാൽ കിട്ടുന്ന മൈലേജാണ്. കാരണം ഇത് ഓട്ടോമാറ്റിക്കാണ്. വെറുതെ കാല് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയും കയറി വരുമൊന്നുമില്ല. ഇപ്പോൾ ഒരു മയത്തിലങ്ങ് ഓടിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല മൈലേജ് കിട്ടും. ഒരു 10-11 കിലോമീറ്റർ പെർ ലിറ്ററുമ്പോൾ കിട്ടുന്നുണ്ട്. പിന്നെ ഇത് 9 സ്പീഡ് ഓട്ടോമാറ്റിക്, അതായത് ഒരു റിവേഴ്സ് ഗിയറും പിന്നെ 8 ഫോർവേഡ് ഗിയറും. വളരെ ഈസിയാണ് ഡ്രൈവ് ചെയ്യാനായിട്ട്. ക്രൂയിസ് കൺട്രോൾ സെറ്റ് ചെയ്ത് ഇങ്ങനെ അങ്ങ് ഇരുന്നാൽ മതി. അല്ലാതെ ഈ വണ്ടി ഓടിക്കുന്ന വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. വളരെ കംഫർട്ടബിളായിട്ട് പോവാം. പിന്നെ നമുക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റം ഉണ്ട് ഇവിടെ. അതിനകത്ത് ഇപ്പോൾ റിവേഴ്സ് ക്യാമറയാണ് വെച്ചേക്കണേ. ഇതിനകത്ത് മോട്ടോർ ഹോം സ്പെസിഫിക് നാവിഗേറ്റർ ഉണ്ട്. പക്ഷെ അതൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല. കാരണം ഈ മോട്ടോർ ഹോം സ്പെസിഫിക് നാവിഗേറ്റർ നല്ലതാണ്, നമുക്ക് ക്യാമ്പ് സൈറ്റ് കണ്ടുപിടിക്കാനൊക്കെ വെരി ഗുഡാണ്. പക്ഷേ ആകെയുള്ള പ്രശ്നം ഈ വണ്ടിയുടെ നീളവും വീതിയും ഈ നാവിഗേറ്ററിന് അറിയില്ല. അപ്പം നമ്മളെ നാരോ റൂട്ടിൽ കൂടെ കൊണ്ടുപോകും. അപ്പം ഏറ്റവും ബെസ്റ്റ് ഇതാണ്. ഇതിനകത്ത് നമുക്ക് വണ്ടിയുടെ നീളം, വീതി, വെയിറ്റ് എല്ലാം ഇടാം. ലെങ്ത്തും വിഡ്ത്തും വെയിറ്റും ഇട്ട് കഴിയുമ്പോൾ റെസ്ട്രിക്റ്റഡ് റോഡിൽ കൂടെ നമ്മളെ കൊണ്ടുപോകില്ല. അപ്പോൾ നമുക്ക് തിരിച്ചു വരേണ്ട ഒന്നും വരില്ല. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും റിവേഴ്സ് ക്യാമറയാണ് ഇട്ട് വയ്ക്കുക. അപ്പം നമുക്ക് പുറകിൽ എന്താ നടക്കണേന്ന് അറിയാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ ക്രൂയിസ് കൺട്രോൾ സെറ്റ് ചെയ്തേക്കുന്നത് 55 മൈൽസ് പെർ അവർ, അതായത് 88 കിലോമീറ്റർ. ഇവിടെ ഇപ്പുറത്ത് 88 നമുക്ക് കാണാൻ പറ്റും. അപ്പം അതുകൊണ്ട് ഞാൻ ഇത് ഒന്നും ചേഞ്ച് ചെയ്തില്ല. സാധാരണ ഇങ്ങനെ ഡിജിറ്റൽ ഓഡോമീറ്റർ ഉള്ള വണ്ടികൾക്ക് നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ചേഞ്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഇവിടെ കാണാം, ഒരു സൈഡിൽ 88 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. അപ്പം നമുക്കത് നോക്കി ഓടിക്കാം. പിന്നെ ആവറേജ് ഇതിനകത്ത് ഒരു ഫ്യൂവൽ കൺസംഷൻ കാണിക്കുന്നത് 25.3 മൈൽ പെർ ഗാലനാണ്. അതായത് ഇപ്പോൾ ചിലപ്പോൾ കയറ്റങ്ങളൊക്കെ കയറിയോണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു 28-30 അങ്ങനെയാണ് വരുന്നത്. നമ്മൾ UK ഫുൾ ടാങ്ക് ഫ്യൂവൽ അടിച്ചതാണ്. ഇനിയിപ്പോൾ ഇന്നത്തെ പരിപാടിക്കുള്ള ഫ്യൂവൽ ഇതിനകത്ത് ഉണ്ടാവും. ഇനി എവിടെയെങ്കിലും നിർത്തുമ്പോൾ ഇതിനകത്ത് ഗ്യാസും അടിക്കണം. ചിലപ്പോൾ വ്യത്യാസം വരും കേട്ടോ. ചില മോട്ടോർ ഹോമുകൾ ഡീസലിലായിരിക്കും ഹീറ്റിംഗ് സിസ്റ്റം വർക്ക് ചെയ്യണം. അങ്ങനെയുള്ള മോട്ടോർ ഹോമുകളിൽ മൈലേജ് കുറവായിരിക്കും. കാരണം ഹീറ്റിങ്ങിനും അതിൽ നിന്ന് വലിക്കില്ലോ. ഇതിൻ്റെ ഹീറ്റിംഗ് സിസ്റ്റം നമ്മുടെ വീടുകളിലെ പോലെ തന്നെ സെൻട്രൽ ഹീറ്റിംഗാണ്, ഗ്യാസ് സെൻട്രൽ ഹീറ്റിംഗാണ്. അപ്പോൾ അതിന് ഗ്യാസ് മതി. അപ്പോൾ നമ്മൾ ഗ്യാസും റീഫില്ല് ചെയ്യണം. റീഫില്ല് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തൊരു ടാങ്കാണ്, ഗ്യാസ് ലോ എന്ന് പറഞ്ഞ ഒരു സിസ്റ്റമാണ് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്.
അപ്പോൾ പെട്രോൾ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് അടിക്കാൻ പറ്റും. അപ്പോൾ ഗ്യാസിന് വെരി ചീപ്പായിരിക്കും. ഏകദേശം ഒരു യൂറോയിൽ താഴേക്കാ വരുള്ളൂ. ഇവിടെ LPG എന്നല്ല കേട്ടോ പറയണേ, ഇവിടെ GPL എന്ന് പറയണേ, നേരെ തിരിച്ചാ പറയണവര്. എന്താണോ അപ്പൊ GPL മിക്കവാറും എല്ലാ സ്റ്റേഷനിലും ഉണ്ട്, ഫ്യൂൽ സ്റ്റേഷനിലും ഉണ്ട്. അപ്പൊ നമുക്ക് അടിക്കണോണ്ട് കുഴപ്പമില്ല. അത് ഇതിനകത്ത് സിലിണ്ടർ എക്സ്ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല. സിലിണ്ടർ എക്സ്ചേഞ്ച് ചെയ്യൽ വലിയ പാടാ. കാരണം UK ഗ്യാസ് സിലിണ്ടർ അല്ല ഫ്രാൻസിലും സ്പെയിനിലും ഒന്നും. അപ്പം നമുക്ക് ഗ്യാസ് തീർന്നു പോയാൽ സിലിണ്ടർ ഇവിടെ നിന്ന് മേടിച്ച് വെക്കേണ്ടി വരും. ഇവിടുന്ന് സിലിണ്ടർ മാത്രം മേടിച്ചാൽ പോരാ, അതിൻ്റെ റെഗുലേറ്ററും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതൊന്നും പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് ഈ ഗ്യാസ് ലോ എന്ന് പറഞ്ഞ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത്. അതൊക്കെ എക്സ്ട്രാ ആണ്, വണ്ടി വരുമ്പോൾ അതൊന്നും വരില്ല. അതൊക്കെ നമ്മൾ ഓപ്ഷണലായിട്ട് ആഡ് ചെയ്യണതാണ്. പിന്നെ ഇതിനകത്ത് ഒരു എയർ സസ്പെൻഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതും വണ്ടി വരുമ്പോൾ വരില്ല, നമ്മൾ പിന്നെ ആഡ് ചെയ്യണതാണ്. എയർ സസ്പെൻഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫെറിയിലൊക്കെ ഇങ്ങനെ ഒരു 10 ഡിഗ്രി ഗ്രേഡിയൻ്റ് ഉണ്ടാവും. നമ്മൾ കയറുമ്പോൾ ഇതൊരു ലോങ് വണ്ടി ആയതുകൊണ്ട് ഇതിൻ്റെ ബാക്ക് ഒരുപാട് ഓവർഹാങ് ഉണ്ട്. അപ്പോൾ അത് ബമ്പർ അടിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെയാണ് എയർ സസ്പെൻഷൻ്റെ കൺട്രോള്. അപ്പോൾ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ഇവിടെ ഡ്രൈവർക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അതിൻ്റെ പ്രഷർ കൂട്ടി ബാക്ക് ഒന്ന് ഉയർത്തും. പിന്നെ വണ്ടിയിൽ നിന്ന് വേസ്റ്റ് വാട്ടർ ഡ്രെയിൻ ചെയ്യാനായിട്ട് ഒരു സൈഡിലെ എയർ സസ്പെൻഷനിലെ എയർ അങ്ങ് ഫ്ലാറ്റ് ആക്കും. അപ്പോൾ പെട്ടെന്ന് ഡ്രെയിൻ ആയിക്കോളും. അല്ലെങ്കിൽ കുറേ വേസ്റ്റ് വാട്ടർ ആ ടാങ്കിൽ തന്നെ കെട്ടിക്കിടക്കും. അപ്പോൾ പിന്നെ ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവും ഓട്ടത്തിൽ. വണ്ടി ഓടുമ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, വാട്ടർ സീലൊന്നും ഉണ്ടാവില്ലല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലോട്ട് ചെയ്ത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെറിയ ടിപ്പാണത്. ബാഡ് സ്മെല്ല് വണ്ടിക്കകത്ത് ഇല്ലാണ്ടിരിക്കാനായിട്ട് വേസ്റ്റ് വാട്ടറൊക്കെ ഫ്രീക്വൻ്റായിട്ട് എംറ്റി ആക്കുക. പിന്നെ വേസ്റ്റ് വാട്ടറിൻ്റെ ടാങ്കിലേക്കും പതുക്കെ നമ്മുടെ വാഷ് ബേസിനിൽ കൂടെ നമുക്ക് കുറച്ച് ഈ ടോയ്ലറ്റ് കെമിക്കലില്ലേ, ഫ്ലൂയിഡ്, അത് കുറച്ച് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറേ ഒരു സ്മെല്ലൊക്കെ പോയി കിട്ടും. ഞാൻ എല്ലാ ദിവസവും വേസ്റ്റ് വാട്ടറൊക്കെ എംറ്റി ആക്കാറുണ്ട്. മിക്കവാറും ഇങ്ങനത്തെ മോട്ടോർ ഹോം എയറുകളൊക്കെ ചെല്ലുമില്ലേ, അപ്പം ടോയ്ലറ്റും എല്ലാ ദിവസവും എംറ്റി ആക്കും. അല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം എത്ര നേരം എവിടെയാണ് അടുത്ത മോട്ടോർ ഹോം എയർ എന്നൊന്നും അറിയാൻ പറ്റില്ല. അപ്പം എംറ്റി ആക്കി വെക്കണതായിരിക്കും നല്ലത്. ഇത് ടോൾ റോഡാണ്. ഈ ടോൾ റോഡ് ഇങ്ങനെ ടോൾ റോഡായതുകൊണ്ട് വളരെ കുഴച്ച. ഇപ്പം ജർമ്മനിയിലാണെങ്കിൽ ഇന്നിപ്പോൾ സൺഡേ ആണ്, ജർമ്മനിയിലാണെങ്കിൽ ഇന്ന് ലോറികളൊന്നും ഉണ്ടാവില്ല മോട്ടോർ വേയിൽ. ഇവിടെ ലോറിയൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ഉണ്ട് GPL ഉണ്ട് കേട്ടോ. ഇവിടെ GPL ഒരു യൂറോയിലെ വില കൂടിയിട്ടാ. 1 യൂറോ 5 സെൻറ്റുവാ ഇന്ന് ഇവിടുത്തെ വില. അതായത് 1 യൂറോ നമ്മുടെ UK ഒരു പൗണ്ട് വരും ഏകദേശം. ഇവിടെ ഫ്രാൻസിലും ജർമ്മനിയിലൊക്കെ വെരി ഓർഗനൈസ്ഡാണ് ഈ കാര്യങ്ങൾക്കൊക്കെ. UK ഒന്നും അത്ര അങ്ങ് ഇമ്പ്രൂവ് ആയിട്ടില്ല. യൂറോപ്പിൽ ഒരുപാട് വെൽക്കമിങ് മോട്ടോർ ഹോമിങ്. ഈ ഫ്രാൻസിലെങ്ങനെ വണ്ടി ഓടിക്കാൻ ഈ റൈറ്റ് സൈഡിൽ കൂടെ വണ്ടി ഓടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. കാരണം നമ്മൾ ഓട്ടോമാറ്റിക്കലി ഫെറിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഈ സൈഡിൽ വന്ന് വീഴുന്നതുകൊണ്ട് ആ ഫ്ലോയിൽ അങ്ങ് പൊക്കോളും. പിന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ചെറിയ റോഡുകളിലൊക്കെ ചെല്ലുമ്പോൾ റൗണ്ട് പോയിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അങ്ങനത്തെ ചെറിയൊരു ശ്രദ്ധ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നും കൂടാണ്ട് വീട്ടിലെത്താം. ഇതിപ്പം ഈ യൂറോപ്യൻ, അതായത് UK കോളനിയാക്കി വെച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങൾ, ബ്രിട്ടൻ കോളനിയാക്കി വെച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളാണ് ഇതേപോലത്തെ ഡ്രൈവിംഗ് ഉള്ളത്. അതായത് ഇന്ത്യയിലും ഒക്കെ ഇങ്ങനത്തെ ഡ്രൈവിംഗ്, ഓസ്ട്രേലിയ, അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ ഇങ്ങനത്തെ ഡ്രൈവിംഗ്. ഗൾഫിലൊക്കെ അമേരിക്കൻ സിസ്റ്റം ഫോളോ ചെയ്യണതുകൊണ്ടാണ് അപ്പുറത്തെ സൈഡിൽ സ്റ്റിയറിങ് വരണത്. എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഇതെങ്ങനെ 2 സിസ്റ്റം വന്നേന്ന്. അതായത് ഈ വണ്ടികൾ കണ്ടുപിടിച്ചു, അപ്പോൾ ഒരു സൈഡിൽ സ്റ്റിയറിങ് പോരെ. ഇപ്പോഴും കുറേ രാജ്യങ്ങൾ ഈ സൈഡിൽ ഓടിക്കുന്നു, കുറേ രാജ്യങ്ങൾ ആ സൈഡിൽ ഓടിക്കുന്നു. നമുക്ക് എല്ലാം ഒരു കൺഫ്യൂഷനാവും അവിടെ ചെല്ലുമ്പോൾ. ഈ ആൾക്കാരെ മാറി ഓടിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്.
അതായത് പ്രത്യേകിച്ച് കാറ് ഹയർ ചെയ്യുമ്പോഴേ. ഇതൊക്കെ കൂടാണ്ട് ഒരു രാജ്യമുണ്ട്, രണ്ടിലും പെടാത്തൊരു രാജ്യം എന്ന് പറയുന്നത് ഞാൻ കണ്ടേക്കണത് ഇന്ത്യ എന്ന് തോന്നണേ. അവിടുത്തെ KSRTC ബസ്സൊക്കെ നടുക്കോടെയല്ലേ വരുള്ളൂ. റൈറ്റിലും പോവില്ല, അവർ ലെഫ്റ്റിലും പോവില്ല, ഏതിലേയും വരും. ഇടത്തു കൂടെയും ഓവർടേക്ക് ചെയ്യും, വലതുവശത്തു കൂടെയും ഓവർടേക്ക് ചെയ്യും. ഇവിടെ അങ്ങനെയൊക്കെ ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വീട്ടിലെത്തുന്നതിന് മുമ്പ് എൻ്റെ ലൈസൻസിൽ അവർ പോയിന്റ് അടിച്ച് തരും. വളരെ ശ്രദ്ധയോടുകൂടി വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ സ്പീഡിന് ടിക്കറ്റ് ഒന്നും വീട്ടിലെത്തുമ്പോൾ കിട്ടില്ല. അടുത്ത പ്രാവശ്യത്തെ ഇൻഷുറൻസ് റിന്യൂ ചെയ്യുമ്പോൾ കുറഞ്ഞ പ്രീമിയം ആയിരിക്കും. അല്ലെങ്കിൽ ഈ പോയിൻ്റൊക്കെ അടിച്ച് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് പ്രീമിയമൊക്കെ ഭയങ്കര ഹൈ ആയിരിക്കും. ഇപ്പോൾ ഇതിന് ഏകദേശം ഇൻഷുറൻസ് വരണത് ഒരു 900 പൗണ്ടാണ്. 900 പൗണ്ട് എന്ന് പറയുമ്പോൾ ഒരു വർഷത്തിന് കേട്ടോ. അത് ഇൻക്ലൂഡിങ് യൂറോപ്യൻ ബ്രേക്ക് ഡൗൺ കവർ, 90 ഡേയ്സിൻ്റെ യൂറോപ്യൻ ഇൻഷുറൻസ് ഉണ്ട്. പിന്നെ 90 ഡേയ്സ് ബ്രേക്ക് ഡൗൺ കവർ ഉണ്ട്. പിന്നെ UK ഫുൾ ഇൻഷുറൻസും ഉണ്ട്. അതിന് 900 പൗണ്ടാണ് ബ്രേക്ക് ഡൗൺ കവറും എല്ലാം കൂടി. അപ്പം നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് ഏകദേശം 8000 മൈലാണ് ഒരു വർഷം ഓടിക്കുള്ളൂ എന്ന് പറഞ്ഞത്. അതൊക്കെ അത്രയൊക്കെ ഉള്ളൂ, അതിൽ കൂടുതലൊന്നും നമ്മൾ പോകുന്നില്ലേ. നമ്മൾ ഇന്ന് പോയി തന്നെ ഇപ്പോൾ ഒരു ഈ ട്രിപ്പ് കഴിയുമ്പോൾ തന്നെ ഒരു 2000 മൈലാണ് ഇതുമ്മ കയറുള്ളൂ. അപ്പോൾ ഒരു 8000 മൈൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ അലവൻസായി. അത്രയേ ഉള്ളൂ ഇതിൻ്റെ ചിലവെന്ന് പറയണത്. പിന്നെ വണ്ടി വീട്ടിലിട്ടാലും ഇത് ടാക്സും ഇൻഷുറൻസും ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു 2 മാസമൊക്കെ കൂടുമ്പോൾ ഒരു ട്രിപ്പ് പോയാൽ കുഴപ്പമില്ല. പിന്നെ ഇതിപ്പം നമുക്ക് ഹയർ ചെയ്യാനൊന്നും പറ്റില്ല. അതായത് ഹയർ ചെയ്തിട്ട് യൂറോപ്പിലേക്ക് പോക്ക്, UK നിന്നൊന്നും ഹയർ കമ്പനികൾ യൂറോപ്യൻ കവറൊന്നും കൊടുക്കണില്ല. കോവിഡിന് ശേഷം അങ്ങനെയായത്. അതിന് മുമ്പൊക്കെ കൊടുക്കായിരുന്നു. കോവിഡ് കഴിഞ്ഞതിന് ശേഷം ഒരു 2021 മുതൽ പുറത്തേക്കുള്ള ഹയറിങ് ഇല്ല. അത് മിക്കവാറും കോവിഡ് അല്ല പ്രശ്നം, ഈ ബ്രെക്സിറ്റ് വന്നില്ലേ, അതിന് ശേഷമാണ് ആ പരിപാടി ഒഴിവാക്കിയത്. ഇപ്പം നമ്മളിങ്ങോട്ട് വരുമ്പോൾ ഇവർക്ക് ഇങ്ങനെ നമ്മുടെ ഇൻഷുറൻസ് ചെക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഒന്നും ഇല്ല. ഒരു കോർപ്പറേഷനിൽ അങ്ങ് പോകുന്നു എന്ന് മാത്രം. പക്ഷേ ഇൻഷുറൻസ് ഇവർക്ക് ചെക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇൻഷുറൻസിൻ്റെ സർട്ടിഫിക്കറ്റും ഷെഡ്യൂളും പ്രിൻ്റ് ചെയ്തിട്ട് വരണം. ഇതിന് പിന്നെ റോഡ് ടാക്സ് വരുന്നത് ഒരു 180 പൗണ്ടാട്ടോ വർഷത്തിൽ. അത് അത്രേ ഉള്ളൂ. കാരണം ഇത് എന്നും ഓടണ വണ്ടി അല്ലാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ യൂറോ 6 ആയതുകൊണ്ടായിരിക്കാം കാറിനൊക്കെ വളരെ കുറവാണ് റോഡ് ടാക്സ്. ഇപ്പോൾ ഫ്രാൻസിൻ്റെ ഈ മോട്ടോർവേ നമ്മൾ ക്രോസ് ചെയ്ത് ഫ്രാൻസ് ഫുള്ള് കടന്നു കഴിയുമ്പോഴേക്കും ഒരു 110 പൗണ്ട് ടോള് വരും വൺ വേ. റിട്ടേണും അത്രയും തന്നെ വരും. ഇവിടെ പിന്നെ സെയിം ഡേ റിട്ടേൺ ഉണ്ടോയെന്നൊന്നും അറിയാറില്ല. നമ്മളൊരു ടോൾ എടുക്കും, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ആഴ്ച കഴിയുമ്പോൾ അല്ല ഈ വഴിക്ക് പിന്നെ തിരിച്ചു വരും. അപ്പോൾ ഒരു 220 പൗണ്ട് ടോൾ ഉണ്ടായാൽ നമ്മുടെ ഈ ട്രിപ്പിൻ്റെ ടോള് കഴിയും. പിന്നെ സ്വിറ്റ്സർലൻഡിലേക്ക് കയറുമ്പോഴാണ് ഇതേപോലത്തെ ഒരു റോഡ് ഫണ്ട് ലൈസൻസ്, അതായത് ഒരു 40 ഫ്രാങ്ക് 40 പൗണ്ട് കൊടുത്ത് നമ്മളത് അവിടെ മേടിച്ച് ഒട്ടിക്കണം. അത് സ്ട്രിക്റ്റാണ്. അത് ഒരു വർഷം കിട്ടും. പക്ഷെ ജനുവരിയിൽ എടുത്താൽ ഒരു വർഷം കിട്ടും, ഡിസംബറിൽ എടുക്കുന്ന ആൾക്ക് ഒരു മാസം കിട്ടുള്ളൂ, സെയിം എമൗണ്ട് പേ ചെയ്യുമ്പോൾ. പിന്നെ ഫെറി നമ്മളിന്ന് എയർലി മോർണിംഗ് ക്രോസിങ് ആണ് സെലക്ട് ചെയ്ത്. അതായത് 7:50, അതായത് 8 മണിക്കുള്ള ക്രോസിങ്. അതിന് 120 പൗണ്ടാണ് ഫെറിക്ക് വന്നത്. മിക്കവാറും 120 പൗണ്ടൊക്കെ വരാറുള്ളൂ. ഞാനൊരു മോർണിംഗ് അവേഴ്സാണ് സെലക്ട് ചെയ്യാറ്. അപ്പം നമുക്ക് ആ ഓൾ ഡേ കിട്ടുമല്ലോ. കാൻറ്റർബറിയിൽ ഉറങ്ങിയിട്ട് തേച്ച് ഫെറിയിൽ കയറാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഓൾ ഡേ ഫ്രാൻസ് കണ്ടുപോകാം. ഈ ഫെറിയിൽ കയറുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് കയറണം, അല്ലെന്നുണ്ടെങ്കിൽ ഇത് ചെറിയ ഒരു ഷാസിമ എക്സ്റ്റെൻഡ് ചെയ്തേക്കാണ് ഇതിൻ്റെ ബോഡി നീളം കൂട്ടാനായിട്ട്. അപ്പോൾ ഇത് ഒരുപാട് ആ ടയർ കഴിഞ്ഞിട്ട് ഒരു 3 മീറ്റർ പുറത്തേക്ക് നിൽക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ബാക്ക് ഇങ്ങനെ തട്ടാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട്
നമ്മൾ പതുക്കെ എയർ സസ്പെൻഷൻ ഒന്ന് ഉയർത്തി വെച്ചിട്ട് വളരെ സ്ലോയിലാണ് നമ്മൾ കയറുക. പെട്ടെന്ന് കയറുമ്പോൾ ആ എയർ സസ്പെൻഷൻ ഇങ്ങനെ താന്നിട്ടേ അങ്ങനെ ബാക്ക് അടിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ നൈറ്റ് ഡ്രൈവിങ് സാധാരണ ഇല്ല, പക്ഷേ ചിലപ്പോഴൊക്കെ ലേറ്റ് ഈവനിങ് ഓടിക്കാറുണ്ട്. കാരണം യൂറോപ്പിലൊക്കെ വന്നു കഴിഞ്ഞാൽ നൈറ്റ് ഡ്രൈവിങ് നമ്മൾ ചെയ്യാറില്ല. കാരണം ഒന്നാമത്തേൽ ഓപ്പോസിറ്റ് സൈഡ് ഡ്രൈവിങ്, പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ ആ ഹെഡ്ലൈറ്റിൽ ആൻറ്റി ഗ്ലെയർ ലെൻസ് ഒന്നും ഒട്ടിച്ചിട്ടില്ല. അതെന്തായാലും മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇൻ കേസ് പകൽ ഏതെങ്കിലും പോലീസൊക്കെ ചോദിക്കുകയാണെങ്കിൽ അതേ ഇന്ന് നൈറ്റ് ഓടണമെങ്കിൽ ഒട്ടിക്കാൻ വേണ്ടി വെച്ചേക്കണമെന്ന് അറിയാം. അല്ലെങ്കിൽ ഡേ ടൈം റണ്ണിങ് ലാമ്പിൽ അങ്ങ് പോവാം. ഇപ്പം സ്വിറ്റ്സർലൻഡിലൊക്കെ സ്ട്രിക്റ്റാണ്. നമ്മൾ ഒന്നില്ലെങ്കിൽ ഡേ ടൈം റണ്ണിങ് ലാമ്പ് വണ്ടിക്ക് വേണം, അല്ലെങ്കിൽ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്ത് ഡിമ്മായിട്ട് ഓൺ ചെയ്ത് വെച്ചിട്ട് വേണം പോകാനായിട്ട്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ മോഡേൺ വണ്ടികളായതുകൊണ്ട് എല്ലാ വണ്ടികൾക്കും തന്നെ ഡേ ടൈം റണ്ണിങ് ലാമ്പൊക്കെ ഉണ്ടല്ലോ. സ്വിറ്റ്സർലൻഡ് മാത്രമേ ഉള്ളൂ ആ ഭയങ്കര സ്ട്രിക്റ്റായിട്ട് അത് ഫോളോ ചെയ്യുന്നത്. അപ്പം നമ്മൾ നൈറ്റ് ഡ്രൈവിംഗ് ഇല്ലാത്തതുകൊണ്ട് ആ സാധനം ആൻറ്റി ഗ്ലെയറൊന്നും നമ്മൾ അവിടെ ഒട്ടിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിക്കാർക്ക് നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ബീംസ് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുക, വന്നിട്ട് അപകടം ഉണ്ടാക്കുന്ന പറഞ്ഞ് ഫ്രഞ്ച് പോലീസ് നമ്മളെ എന്താ പറയുക പെനാൽറ്റിയോ ഫൈനോ എന്തെങ്കിലുമൊക്കെ തരും. എന്ത് വന്നാലും നമ്മൾ കൈ നീട്ടി മേടിക്കേണ്ടി വരും. അതുകൊണ്ട് ലൈസൻസിൽ പോയിൻ്റൊക്കെ വരാണ്ടിരിക്കാനായിട്ട് ഇപ്പം എല്ലാ കാറുകളും ഭയങ്കര ഫാസ്റ്റായിട്ട് പോകുന്ന കാണുമ്പോൾ നമുക്ക് തോന്നും അയ്യോ അങ്ങ് ഓടിച്ച് വിട്ടേക്കാന്ന്. അങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഫ്യൂവൽ എഫിഷ്യൻസി കുറയും, രണ്ടാമത്തെ കാര്യം നമ്മളങ്ങനെ പോകേണ്ട ഒരു കാര്യമില്ല. നമ്മൾ ഹോളിഡേക്ക് വന്നാണ്, നമ്മൾക്ക് എത്തിയാൽ എപ്പോൾ എത്തിയാലും ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് വളരെ റിലാക്സ് ചെയ്ത് എല്ലാം കണ്ട് അങ്ങനെ അങ്ങ് പോവാം. പിന്നെ നമ്മുടെ ഫ്രീസറിൽ നമ്മൾ അത്യാവശ്യം വേണ്ട സപ്ലൈസ് എല്ലാം UK-ന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി ടോപ്പപ്പ് ചെയ്യാം ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റുകളിൽ. ഇവിടെ യൂറോപ്പിൽ എല്ലായിടത്തും ഉണ്ട് കേട്ടോ. ലിഡിലും അൽഡിയും എല്ലാ സൂപ്പർ മാർക്കറ്റുകളും ഉണ്ട്. ആസ്തയൊന്നും ഉണ്ടാവില്ല, ആസ്തയും ടെസ്റ്റൊന്നും ഒന്നും കണ്ടിട്ടില്ല. അൽഡി ലിഡിലൊക്കെ ഉണ്ട്. മൊണാക്കോല ക്യാമ്പ് സൈറ്റിലെത്തിയിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. ആകെ ഒരു നൈറ്റ് റിസർവേഷൻ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇനി ഇന്ന് പോയി സിറ്റി സെൻറ്ററൊക്കെ ഒന്ന് കണ്ട്, മ്യൂസിയം ഒക്കെ ക്ലോസ്ഡ് ആയിട്ടുണ്ട്. നാളെ 12 മണിക്ക് ഇവിടുന്ന് ചെക്കൗട്ടുമാണ്. അപ്പോൾ ഇപ്പം നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നല്ല കംഫർട്ടബിൾ പൊസിഷനിലാക്കി ഷവറൊക്കെ എടുത്ത് കഴിയുമ്പോഴേക്ക് ഏകദേശം ഈവനിങ് ആവും. ഇന്ന് വൈകുന്നേരം ഈ ഒരു നടവഴിയുണ്ട്, ഇതിലെ ഒരു സ്റ്റെപ്പ് ഉണ്ടെന്ന് പറയണേ, അതിലിറങ്ങി ഒന്ന് പോകണം. അതാണ് പ്ലാൻ. നമുക്ക് ഇത് ഇലക്ട്രിസിറ്റി എടുത്തിട്ടുണ്ട്. അപ്പം അത് കണക്ട് ചെയ്തിട്ട് ജസ്റ്റ് വ്യൂ കാണാൻ പോവാം. താഴെ ഇവിടെ 76 യൂറോ ആണ്, ഏകദേശം 77 യൂറോ വന്നു നമ്മുടെ ഒരു ദിവസത്തെ ക്യാമ്പ് സൈറ്റിലെ ഫീസ്. ഇതാണ് നമ്മുടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഈ വണ്ടിയുടെ. പിന്നെ ബാക്കിലുണ്ട്. അപ്പോൾ ഹുക്കപ്പ് ചെയ്യുമ്പോൾ ഏറ്റായി തന്നെ വണ്ടിമ ഹുക്ക് ചെയ്യണം. വണ്ടിമ ഹുക്ക് ചെയ്തിട്ട് ഇതിങ്ങനെ ക്ലോസ് ചെയ്തേക്കാവേ. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മുടെ ഇവിടെ കണക്ട് ചെയ്യും. ഓക്കെ, ഇലക്ട്രിസിറ്റി ലൈവായി. ഈ കേബിളേ ഒന്ന് നിവർത്തിയിടണം, അല്ലെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ഇലക്ട്രിക്കൽ വർക്ക്സുകളെല്ലാം ഡാമേജ് ആവും. ഇതൊരു കോയിലുമാതിരി പ്രവർത്തിക്കുക. അതുകൊണ്ട്
ഇതിങ്ങനെ നിവർത്തി ഇടണം. ഇത് ബ്രൈറ്റ് ഓറഞ്ച്, ആരും തട്ടി വീഴാണ്ടിരിക്കാനാ. അപ്പോൾ വണ്ടി കണക്റ്റായി. ഇനി നമുക്ക് താഴേക്ക് പോകാം. ഇതൊന്ന് ലോക്ക് ചെയ്ത് വെക്കണേ. ലോക്ക് ചെയ്ത് വെച്ചില്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും എടുത്തുണ്ടായാലോ. ഒന്നുമില്ല എടുത്തോണ്ട് പോകാനായിട്ട്, കുറേ പഴയ കേബിളുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ അകത്ത് പോയിട്ടെ കണക്റ്റ് ആയോന്നൊന്ന് നോക്കട്ടെ. ഇപ്പം കണക്റ്റായി. ഓക്കെ, ഞങ്ങൾ താഴേക്ക് നടക്കാൻ പോവാ. നിങ്ങൾ വണ്ടോ? ബാ, നമ്മളിപ്പോൾ എവിടെയാ? ക്യാമ്പിങ് സെയിൻറ്റ് മൈക്കിൾ. അവിടുന്ന് താഴേക്ക് ഇതിലേ ഇങ്ങനെ ഇറങ്ങി ഈ സിറ്റി സെൻ്ററാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോണത്. ഓനാച്ച്